ഹലോ നമസ്കാരം. ഇൻസൈറ്റ് 360 എല്ലാവർക്കും സ്വാഗതം. BSLP അല്ലെങ്കിൽ BOT പോലെയുള്ള കോഴ്സുകൾ എടുക്കുമ്പോൾ ഏതാണ് ഇതിന്റെ അക്രഡിറ്റേഷൻ ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് എന്താണ്, ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, എന്തൊക്കെയാണ് നമുക്ക് ഇതിന്റെ ഹയർ ആയിട്ട് നമുക്ക് എഡ്യൂക്കേഷൻ ചെയ്യാൻ പറ്റുന്നത്, ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ഇൻസൈറ്റ് 360യുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കുക. ഇന്ത്യയിൽ ബാച്ചുലർ ഇൻ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജി കോഴ്സിന്റെ സർട്ടിഫിക്കേഷൻസും ഇതിന്റെ അംഗീകാരം പ്രധാനമായിട്ടും നിയന്ത്രിക്കുന്നത് റിഹാബിലിറ്റേഷൻ കൗൺസിലിംഗ് ഓഫ് ഇന്ത്യ, അതായത് RCI ആണ്. പ്രൊഫഷണൽ പ്രാക്ടീസിനുള്ള സാധ്യതയുള്ള യോഗ്യത ഉറപ്പാക്കാനായിട്ട് BSLP പ്രോഗ്രാം വാഗ്ദാനം ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളും തൽഫലമായി ഉണ്ടാകുന്ന പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻസും RCIയുടെ അംഗീകാരം നേടിയിട്ടുണ്ടായിരിക്കണം. RCIയുടെ അംഗീകാരമുള്ള BSLP പ്രോഗ്രാം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം നിങ്ങൾക്ക് RCIയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് ഇന്ത്യയിൽ അംഗീകൃതമായിട്ട് ഒരു ഓഡിയോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റ് എന്ന നിലയിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇത് നിർബന്ധിതമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ സർക്കാർ സ്വകാര്യ ആശുപത്രികൾ അല്ലെങ്കിൽ സ്കൂളുകൾ, ക്ലോക്കിയർ ഇംപ്ലാന്റ് സെന്ററുകൾ എന്നിവിടങ്ങളെല്ലാം നിങ്ങൾ ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ ഈ RCIയുടെ രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രധാന റോളുകൾ ഓഡിയോളജിസ്റ്റ് വൈസ് ASLP നമുക്ക് എന്താണെന്ന് നോക്കാം. BSLP ബിരുദക്കാർക്ക് ക്ലിനിക്കൽ ആരോഗ്യ സംരക്ഷണ രംഗത്ത് പ്രധാനമായിട്ടും 2 റോളുകളാണ് ഉള്ളത്. റോളുകളിലാണ് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നത്. അത് ക്ലിനിക്കൽ ഓഡിയോളജിസ്റ്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാം, അതായത് രോഗം നിർണ്ണയിക്കുക, അതായത് ഡയഗ്നോസ്ഡ് ഓഡിയോമെട്രിക് ടെസ്റ്റുകൾ നടത്താം. ടിപ്നോമെട്രി, അതുപോലെ ഓട്ടോ എക്വസ്റ്റിക് എമിനേഷനുകൾ എന്നിവ നടത്തുന്നു. അതുവഴി രോഗം നിർണ്ണയിക്കാൻ പറ്റും. 2 കേൾവി ഉപകരണങ്ങൾ, അതായത് ഹിയറിംഗ് എയ്ഡ് തിരഞ്ഞെടുക്കൽ, അത് ഘടിപ്പിക്കൽ, ക്ലോക്ലിയർ ഇംപ്ലാന്റ് മാപ്പിംഗ് പിന്തുണ നൽകൽ, ഇതൊക്കെയാണ് നമുക്ക് വരുന്ന ഒരു ടൈപ്പ് ഓഫ് വർക്കുകൾ. പിന്നെ നവജാത ശിശുക്കളുടെ കേൾവി പരിശോധന, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുക. അതുപോലെ കേൾവി കുറവുള്ളവർക്ക് ഓറൽ പുനരധിവാസം കൊടുത്ത് അവരെ പരിശീലിപ്പിക്കുക. പിന്നെ രണ്ടാമതായിട്ട് വരുന്നത് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ്, അതായത് സംസാര ഭാഷാ ചികിത്സകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലയിരുത്തലും ചികിത്സിക്കലും, അതായത് ഉച്ചാരണ വൈകല്യങ്ങൾ അല്ലെങ്കിൽ ഭാഷാ വൈകല്യങ്ങൾ, ശബ്ദ വൈകല്യങ്ങൾ, വിക്കല്, അങ്ങനത്തെ നാഡീവ്യൂഹം മൂലമുള്ള സംസാര പ്രശ്നങ്ങൾ, അഫ്സാസിയ അല്ലെങ്കിൽ ഡിസാർത്രിയ എന്നിവയെല്ലാം കൈകാര്യം ചെയ്യുന്നതാണ് ഇതിനകത്ത് വരുന്നത്. അതുപോലെ ഡിസാഗിയ മാനേജ്മെന്റ് ചികിത്സകൾ നൽകുക, അതുപോലെ ENT പീഡിയാട്രിക്സ് അല്ലെങ്കിൽ ന്യൂറോളജി, ഓങ്കോളജി, ഇന്റൻസീവ് കെയർ യൂണിറ്റുകൾ എന്നിവിടങ്ങളെല്ലാം പുനരധിവാസ ടീമുകളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സെഗ്മെന്റാണിത്. ഇനി ഭാവി സുരക്ഷിതത്വവും ഇതിന്റെ വളർച്ചാ സാധ്യതകളും. BSLP കരിയർ പാത വളരെ സുരക്ഷിതമായുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ലോകമെമ്പാടുമുള്ള ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ സമയപരമായ മാറ്റങ്ങൾ ഈ പ്രൊഫഷൻ സ്ഥിരമായിട്ട് ഡിമാൻഡ് ഉറപ്പാക്കുന്നുണ്ട്. അപ്പം ഇതിനകത്ത് വർദ്ധിക്കുന്നത് കേൾവിക്കുറവ്, അതുപോലെ വിക്കൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ജനസംഖ്യാപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ കുട്ടികളിലെ വികസനപരമായിട്ടുള്ള കാലതാമസങ്ങൾ, ഇതെല്ലാം നേരത്തെ തിരിച്ചറിഞ്ഞ് അതിന് വേണ്ടിയിട്ടുള്ള അവബോധം കൊടുത്തുകൊണ്ട് അതിനുള്ള ട്രെയിനിങ് കൂടിയും ഇവരിലൂടെയാണ് നടപ്പാക്കുന്നത്. അതുപോലെ തന്നെ ടെലി പ്രാക്ടീസ്, AI സഹായത്തോടു കൂടിയുള്ള രോഗനിർണയവും കോക്ലിയർ ഇംപ്ലാന്റ്, സാങ്കേതിക വിദ്യ എന്നിവ സേവനങ്ങളുടെ പരിധി വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുപോലെ നവജാത ശിശുക്കളുടെ കേൾവി പരിശോധന, അതുപോലെ സമഗ്ര വിദ്യാഭ്യാസ പരിപാടികൾ എന്നിവയെല്ലാം സർക്കാർ തലത്തിൽ തന്നെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കാനുള്ള കാരണങ്ങൾ ക്ലിനിക്കലിലെ മണിക്കൂറോളം ലൈസൻസ് പൂർത്തിയാക്കുക, അതുപോലെ തന്നെ സ്പെഷ്യൽ ലൈസൻസേഷൻസ്, അതായത് ക്ലോക്കിയർ ഇംപ്ലാന്റ് മാപ്പിംഗ് അല്ലെങ്കിൽ പീഡിയാട്രിക് ഫീഡിങ്, ന്യൂറോ റിഹാബിലിറ്റേഷൻ എന്നിവയിലെ സർട്ടിഫിക്കേഷനുകൾ നേടുക. അതുപോലെ തന്നെ ടെലി പ്രാക്ടീസ് പ്ലാറ്റ്ഫോമുകൾ, ഹിയറിംഗ് എയ്ഡഡ് പ്രോഗ്രാമുകൾ എന്നിവയിൽ പ്രാവീണ്യം നേടുക. പിന്നെ പ്രധാന തൊഴിൽ മേഖലകൾ എന്ന് പറഞ്ഞാൽ BSLP ബിരുദധാരികൾക്ക് ക്ലിനിക്കൽ അക്കാദമിക് വ്യവസായ മേഖലകളായിട്ട് ധാരാളം തൊഴിലവസരങ്ങളുണ്ട്. അപ്പം ഇതിനകത്ത് ഒന്നാമതെന്ന് പറയുന്നത് ആശുപത്രികളിലെ ENT ക്ലിനിക്കുകൾ, അപ്പം ന്യൂറോ റീഹാബിലിറ്റേഷൻ സെന്ററുകൾ അല്ലെങ്കിൽ മൾട്ടി ഡിസിപ്ലിനറി പുനരധിവാസ കേന്ദ്രങ്ങൾ, ഇപ്പം നമ്മൾ ഒരു വിദ്യാഭ്യാസ രംഗം എടുക്കുകയാണെങ്കിൽ സ്കൂളുകൾ, ഏർലി ഇൻവെൻഷൻ പ്രോഗ്രാമുകൾ, പ്രത്യേക വിദ്യാഭ്യാസ ടീമുകൾ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീമുകളായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വ്യവസായ രംഗം എടുക്കുകയാണെങ്കിലും ഹിയറിംഗ് എയ്ഡഡ് ക്ലോക്ലിയർ ഇംപ്ലാന്റ് നിർമ്മാണ കമ്പനികളുണ്ട്. ക്ലിനിക്കൽ പിന്തുണ പരിശീലനത്തിനുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതുപോലെ സംരംഭകത്വം, ഒരു സ്വന്തമായിട്ടൊരു ഡയഗ്നോസ്റ്റിക് തെറാപ്പി ക്ലിനിക്കുകൾ,
ചികിത്സാ സേവനങ്ങൾ ഹിയറിംഗ് എയ്ഡ് വിതരണം ചെയ്യുന്ന ഒരു സംരംഭം നമുക്ക് തുടങ്ങണമെങ്കിൽ അതുമാവാം. പിന്നെ ഗവേഷണം അക്കാദമിക്, അതായത് ഗവേഷണ സ്ഥാപനങ്ങളിലും ഒരു സർവകലാശാലകളിലും അക്കാദമിക് തസ്തികകളിൽ ഉന്നത യോഗ്യതയോട് കൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സർക്കാർ ആരോഗ്യ വകുപ്പുകൾ, സമയപരമായിട്ട് റോളുകൾ, കമ്മ്യൂണിറ്റി പുനരധിവാസ പ്രോഗ്രാമുകളെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി കരിയർ പുരോഗതിയും ഉന്നത പഠനവും, അതായത് ഉന്നത പഠനം പ്രത്യേക വൈദഗ്ധ്യം നേടുന്നതിലൂടെ BSLP കരിയറിൽ വലിയ വളർച്ച തന്നെ നമുക്ക് നേടാൻ പറ്റും. അതായത് ഒരു എൻട്രി ലെവൽ എന്ന് പറയുന്നത് BSLPയിലെ ക്ലിനിക്കൽ തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ സ്കൂൾ ASLP അസിസ്റ്റന്റ്, ഹിയറിംഗ് എയ്ഡ് ഡിസ്പെൻസറി ഒക്കെ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. ഇനി MSc അല്ലെങ്കിൽ ഒരു MA ഓഡിയോളജി ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് സ്പെഷ്യലൈസ്ഡ് ക്ലിനിക്കൽ ലീഡ്സ്, ക്ലോക്ലിയർ ഇംപ്ലാന്റുകൾ, സ്വകാര്യ പ്രാക്ടീസ് ഉടമയായിട്ട് തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ PhD റിലേറ്റഡ് ആയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഒരു പ്രോഗ്രാം മാനേജർ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ പ്രോഗ്രാം മാനേജറായിട്ടോ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് മേധാവിയായിട്ടോ അല്ലെങ്കിൽ ഒരു അക്കാദമിക് പ്രൊഫസർ, പോളിസി അഡ്വൈസർ ഒക്കെ ആയിട്ടോ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിന്റെ ഉന്നത പഠന സാധ്യതകൾ എന്ന് പറഞ്ഞാൽ MSc ദെൻ MA ഇൻ ഓഡിയോളജി നമുക്ക് എടുക്കാൻ പറ്റും. MSc MA ഇൻ സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജി നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ ന്യൂറോ റീഹാബിലിറ്റേഷൻ കോക്ലിയർ ഇംപ്ലാന്റ് ടെക്നോളജി നമുക്ക് ഇതിന്റെ ഹയർ ആയിട്ട് എടുക്കാൻ പറ്റും. അതുപോലെ പീഡിയാട്രിക് SLP ഡിസാഗ്മിയ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോഴ്സ് ഉണ്ട്. അത് നമുക്ക് ഇതിന്റെ ഹയർ എഡ്യൂക്കേഷൻസ് വരുന്നതാണ്. അപ്പം എന്തുകൊണ്ടാണ് BSLP തിരഞ്ഞെടുക്കണമെന്ന് ചോദിച്ചാൽ BSLP എന്നത് വളരെ പ്രായോഗികവും സാമൂഹ്യ പ്രതിബദ്ധതയുമുള്ള ഒരു കരിയർ പാതയാണ്. അപ്പോൾ പ്രതിഫലദായകം എന്ന് പറഞ്ഞാൽ ആശയവിനിമയ വൈകല്യങ്ങൾ പരിഹരിക്കുന്നതിലൂടെ ആളുകളുടെ ജീവിതത്തിൽ അവർക്ക് നേരിട്ട് സ്വാധീനം ചെലുത്താനും സംതൃപ്തി നേടാനും സാധിക്കും. ഉയർന്ന ഡിമാൻഡാണ് ഇതിന് വരാൻ പോകുന്നത്. കാരണം ലോകമെമ്പാടുമുള്ള വർദ്ധിച്ചു വരുന്ന വൈകല്യങ്ങളുടെ നിരക്ക് കാരണം തന്നെ BSLP പ്രൊഫഷണലുകൾക്ക് ഉയർന്ന ഡിമാൻഡാണുള്ളത്. ടെലി ഹെൽത്ത് അല്ലെങ്കിൽ AI സാങ്കേതിക വിദ്യ എന്നിവയുടെ ആവിർഭാവം കൂടുതൽ അവസരങ്ങൾ ഇതിനു വേണ്ടി സൃഷ്ടിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ താല്പര്യം രോഗനിർണയം, ആശയവിനിമയം, സാങ്കേതിക വിദ്യ എന്നിവയിലാണെങ്കിൽ ഈ കോഴ്സ് നിങ്ങൾക്ക് മികച്ചതും സുരക്ഷിതത്വവുമായ ഒരു കരിയർ നിങ്ങൾക്ക് ഉറപ്പാകും. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങളുടെ ഇൻസൈറ്റ് 360യുടെ മെന്റേഴ്സുമായിട്ട് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പേജസ് ഇതുപോലെ ന്യൂ അപ്ഡേഷൻസിനും കൂടുതൽ ഇത്തരത്തിലുള്ള പുതിയ കോഴ്സുകളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പേജസും കൂടി ഫോളോ ചെയ്യുക. ഒപ്പം തന്നെ ഞങ്ങളുടെ ഇൻസൈറ്റ് 360 ആപ്പും കൂടി ഡൗൺലോഡ് ചെയ്യുക.